ഹായ് ഗേൾസ്. ഹായ്. ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. ഏട്ടൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഞങ്ങളുടെ റെഡി ആയി ഞങ്ങൾ പോകുന്നു. അപ്പം ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ തുടങ്ങുന്നു ഗേൾസ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. നമ്മള് കാസിനോയിലാണ് നമുക്ക് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മൾ കാസിനോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് മുമ്പായിട്ട് ഞങ്ങൾ എന്താ പറയാ ചെന്നിട്ട് വേണം ഒന്നും കൂടി നമ്മുടെ ഡ്രസ്സിന് എവിടെയെങ്കിലും ചുളിവൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ ഇദ്ദേഹത്തിന് കുറെ സ്മഡ്ജ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചോപ്പിക്കണം, തിളക്കണം. പിന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ചുമ്മാ എന്നെ ട്രോൾ എല്ലാരും എത്തിന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. മമ്മി ഇപ്പൊ വിളിച്ചു, അവിടെ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്തി നമ്മളൊരു 5-10 മിനിറ്റിനുള്ളിൽ എത്താറായി. ഞങ്ങളിപ്പം എവിടെയാ? ശക്തൻ സ്റ്റാൻഡിലെത്തി. ശക്തൻ സ്റ്റാൻഡിന്റെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങളിതേ കാസിനോ ഹോട്ടലിലെത്തി. ഞങ്ങളിതേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓൾറെഡി അവിടെ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ സെക്യൂരിറ്റി വണ്ടി ഇടാനുള്ള സ്പേസ് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ദെൻ ഞങ്ങളിങ്ങനെ എൻട്രൻസിലോട്ട് കയറി. അപ്പോൾ ഈ മാഹിയുടെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ പിന്നെ നേരെ മുകളിലായിരുന്നു ഹാള്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഈ ഏട്ടൻ്റെ കസിനാണ് സ്വീറ്റി. അവളെ കണ്ടു, ജസ്റ്റ് സംസാരിച്ചു. പിന്നെ ഞങ്ങളിത് നേരെ മുകളിലോട്ട് പോയി. എടുത്തു പറയേണ്ടത് അവിടുത്തെ ഡെക്കറേഷനായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു. നല്ല കളർ തീമും ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇതേട്ടൻ്റെ കസിൻ, വേറൊരു കസിനാണ് പൊന്നു. അവളിത് നമ്മുടെ അടുത്ത് സംസാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവളായിരുന്നു ഫസ്റ്റ് സ്പീച്ച് പറയേണ്ടത്. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് സ്പീച്ച് പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അത് കണ്ടിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാണ്ട് വിടാൻ തോന്നിയില്ല. കാരണം നല്ല രസമുണ്ടായിരുന്നു. ആ കളർ തീം ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ കേക്കും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ലൊരു കളർ തീമിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു ഇവൻ്റായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ ഞങ്ങളിത് ഫോട്ടോസും വീഡിയോ പർപ്പസിന് വേണ്ടി വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ കസിൻസൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ മാഹി. ഇതായിട്ടെൻ്റെ കസിൻ ജൂലിയയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഇതേ ഞങ്ങളെല്ലാവരും സംസാരിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പൊന്നുമാണ് സ്പീച്ച് പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ അത് പറഞ്ഞു തരുവാണ്. അവളത് പറയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒരു ടെൻഷനിലും ഒക്കെ ആയിരുന്നു. അപ്പം അത് ഞങ്ങളിങ്ങനെ അവളെ ഇങ്ങനെ കൂളാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ എന്താ ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൂളാക്കി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ അവൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിൽ അത് പ്രസൻറ്റ് ചെയ്തു. ഫസ്റ്റ് സ്പീച്ച് നല്ല രസമുണ്ടായിരുന്നു അവൾ പ്രസൻറ്റ് ചെയ്തത്. അത് ഞാൻ അതേപോലെ തന്നെ വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്കും കൂടെ അത് കേൾക്കാമല്ലോ. First of all, thank you all for being here to celebrate the special occasion. Today, we are all gathered here to celebrate baby Mahi's first birthday. A milestone that marks the beginning of a wonderful journey in life. The first year of life is always magical because baby learns how to live, discover the world, and recognize their parents and relatives. That is indeed magical, right? Let's begin the occasion with a prayer song, post which we will have a cake cutting and delicious dinner in an adjacent hall. Thank you. അങ്ങനെ ബേബി കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾ എന്താ പറയുക, കുറേ ബഹളങ്ങളൊക്കെ കേട്ടിട്ട് ഒട്ടും പരിചയമില്ലാത്തതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ച് വാശി പിടിച്ചു തുടങ്ങി. കാരണം എല്ലാവരും ഓളിയും ബഹളം ഓടുന്നു, എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവളിങ്ങനെ നോക്കുവാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും അവൾ നല്ല എൻജോയ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ബാക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ് കേക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഇവൻ്റായിരുന്നു. നമ്മളും കുറേ ദിവസത്തിന് ശേഷം ഒരു ഫങ്ഷൻ, അതും ഫാമിലി മീറ്റപ്പ് അങ്ങനെ ചെയ്തൊരു ഇതായിരുന്നു.
എന്തായാലും അടിപൊളി ഫങ്ഷനായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തു, ഫാമിലി ആയിട്ടുള്ളത്. അപ്പം ഞങ്ങളും ഇതേ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. എല്ലാവരും ഫോട്ടോ എടുത്ത് ഇങ്ങനെ അതെ അവളിനെ ഇങ്ങോട്ട് ഫോട്ടോയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും അപ്പനും അമ്മയും ഞങ്ങൾ കയറി ഫോട്ടോ എടുത്തു, ബേബിക്ക് ഗിഫ്റ്റ് കൊടുത്തു. ദെൻ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പം ഫുഡിൻ്റെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടി. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വാഷ്റൂമിലോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് അപ്പം ഞാൻ വെച്ചു കിട്ടിയ ചാൻസിൽ ഞാൻ വേഗം എല്ലാവരും ഫുഡ് എടുക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ വീഡിയോ എടുത്തു. അതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച അതേപോലെ തന്നെ കിട്ടി. നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറേ വെറൈറ്റി ഓഫ് ഫുഡുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് പറയണില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റിയത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോണും വെജും എല്ലാം ആയിട്ട് നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചു. എല്ലാവരും ഇങ്ങനെ കുറേ കാലത്തിനിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസും ഫാമിലിയും. അപ്പോൾ പിള്ളേർ ഗ്യാങ് എല്ലാം ഒരു സൈഡിൽ, നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക ഗ്യാങ് എല്ലാം വേറൊരു സൈഡിൽ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ ഇത് ഡെസേർട്ടിൻ്റെ സെക്ഷനാണ്. അപ്പം ഡെസേർട്ട് നമ്മൾ ഒരിക്കലും വിടത്തില്ലല്ലോ. പായസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു പായസം. അടപ്രഥമനായിരുന്നു, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും പൊന്നും ഞങ്ങളെല്ലാവരും ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കസിൻസ് എന്തൊക്കെയോ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുക ഭയങ്കര ആസ്വദിച്ച് കഴിക്കുവാണ്. അങ്ങനെ പായസം കുടിച്ചു. പിന്നെ ഇത് പുഡിംഗ് ആയിരുന്നു, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, സ്വീറ്റ് കൂടുതൽ ഇപ്പോൾ കഴിക്കാറില്ല, അതുകൊണ്ട് എന്നാലും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ അതും കഴിച്ചു. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മൾ ബൈ പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ ഏകദേശം ടൈമായി. കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ കൊച്ചിയിലോട്ട് വരണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തില്ല, കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാസിനോ ഹോട്ടൽ വിടാണ്, നേരെ കാക്കനാട്. അപ്പോൾ ടാറ്റ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.